ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഡോക്ടർ മോഹൻകുമാർ അവാർഡ്. 2020 ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മുൻ കേരള DGP ആയ ശ്രീ ജേക്കബ് പുന്നൂസിനാണ്. അപ്പോ 2020 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ മോഹൻകുമാർ അവാർഡിന് അർഹനായിരിക്കുന്നത് മുൻ കേരള DGP ശ്രീ ജേക്കബ് പുന്നൂസാണ്. സാധാരണയായിട്ട് ഈ പുരസ്കാരം നൽകുന്നത് പൊതുജന ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആരോഗ്യ പ്രവർത്തകരല്ലാത്തവർക്കാണ് ഈ പുരസ്കാരം എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. അപ്പോൾ 2020 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ ജേക്കബ് പുന്നൂസാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ബാലറ്റുകളുടെ നിറമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം വെള്ളയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം പിങ്കാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം ആകാശ നീലയാണ്. അപ്പൊ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം എന്താണ്? വെള്ളയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം പിങ്കാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം ആകാശ നീലയാണ്. അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ബാലറ്റിന്റെ നിറം വെള്ളയാണ്. അപ്പോൾ ഈ നിറങ്ങൾ ഓർമ്മിച്ചു വെച്ചേക്കുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമുക്കറിയാം, അത് ശ്രീ വി ഭാസ്കരനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് പഠന ലിഖ്ന അഭിയാൻ എന്നതാണ്. 2030 നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത 100% സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് പഠന ലിഖ്ന അഭിയാൻ എന്നുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായ പരംസിദ്ധിയെ പറ്റിയാണ്. ഇന്ത്യയിലെ വേഗതയേറിയ HPC AI ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംസിദ്ധി. കറണ്ട് അഫയേഴ്സിൽ എന്താണ് പരംസിദ്ധിയുടെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 നവംബറിൽ ലോകത്തിലെ 500 സൂപ്പർ കമ്പ്യൂട്ടറുകൾ 63ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പരംസിദ്ധി. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, ഇന്ത്യയിലെ വേഗതയേറിയ HPC AI സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംസിദ്ധി. 2020 നവംബറിൽ ലോകത്തിലെ 500 സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ 63ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പരംസിദ്ധി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ ആരംഭിച്ച ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റിനെ പറ്റിയാണ്. അതിന്റെ പേര് ജീവൻ ധാര എന്നാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, ഹിമാചൽ പ്രദേശിൽ ആരംഭിച്ച മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പേരാണ് ജീവൻ ധാര എന്നുള്ളത്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനങ്ങൾ നമുക്കറിയാം, ഷിംലയും അതുപോലെ തന്നെ ഗൈർസെയിനുമാണ്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ ജയറാം ഠാക്കൂർ ആണ്. ഗവർണർ ശ്രീ ബൻഡാരു ദത്തത്രേയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിനെ പറ്റിയാണ്. പശുക്കളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിന്റെ പരിപാലനത്തിനുമായിട്ട് ഗൗ ക്യാബിനറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പശുക്കളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായിട്ട് ഗൗ ക്യാബിനറ്റ് എന്ന സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബീഹാറിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് രേണു ദേവി. അപ്പോൾ ബീഹാറിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ് രേണു ദേവി. രേണു ദേവിയോടൊപ്പം ബീഹാറിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് തർകിഷോർ പ്രസാദ് ആണ്. അപ്പോ ബീഹാറിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? രേണു ദേവിയും അതുപോലെ തന്നെ തർകിഷോർ പ്രസാദുമാണ്. ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രിയായിട്ട് റീസെന്റ് ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്, ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് 7ാം തവണയും ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ നിതീഷ് കുമാറാണ്. ബീഹാറിന്റെ ഗവർണർ ആരാണ്? ശ്രീ ഫഗു ചൌഹാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മെക്സിക്കോയിലെ ഗൌഡലാജരയെ പറ്റിയാണ്. 2022 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിരിക്കുന്നത് മെക്സിക്കോയിലെ ഗൌഡലാജരയാണ്. മെക്സിക്കോയുടെ തലസ്ഥാനം നമുക്കറിയാം മെക്സിക്കോ സിറ്റിയാണ്. മെക്സിക്കോയുടെ കറൻസി മെക്സിക്കൻ പെസോയാണ്. മെക്സിക്കോയുടെ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡർ ആണ്. അതുപോലെ യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഫ്രാൻസിലെ പാരീസ് ആണ്. നിലവിലെ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഔഡ്രെ അസോളയാണ്. അപ്പോൾ 2022 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെക്സിക്കോയിലെ ഗൌഡലാജരയാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റാങ്കിംഗ് ആണ്. വേൾഡ് ബെസ്റ്റ് സിറ്റീസ് റാങ്കിംഗ്. ലോകത്തിലെ മികച്ച പട്ടണങ്ങളുടെ റാങ്കിംഗ് ആണ് വേൾഡ് ബെസ്റ്റ് സിറ്റീസ് റാങ്കിംഗ് എന്നുള്ളത്. 10 ലക്ഷം പേരിൽ കൂടുതൽ ജനസംഖ്യയുള്ള പട്ടണങ്ങളെയാണ് ഈ റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് യുകെയിലെ ലണ്ടൻ ആസ്ഥാനമായുള്ള റെസിഡൻസ് കൺസൾട്ടൻസി ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലുള്ളത് ലണ്ടൻ ആണ്. യുകെയിലെ ലണ്ടൻ തന്നെയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കയിലെ ന്യൂയോർക്കാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസിലെ പാരീസ് ആണ്. ഈ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ഈ പട്ടികയിലുള്ള സ്ഥാനം 62ാമതാണ്. അപ്പോ വേൾഡ് ബെസ്റ്റ് സിറ്റീസ് റാങ്കിംഗ് 2021 ഏറ്റവും മുന്നിലുള്ളത് ലണ്ടനാണ്. ഇന്ത്യയിൽ നിന്നുള്ള പട്ടണം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിക്ക് ഈ റാങ്കിങ്ങിലുള്ള സ്ഥാനം 62ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ന്യൂസ് ആണ്. അതിലൊന്നാണ് 2022 ഫിഫ വിമൻസ് അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോ 2022 വിമൻസ് അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 2022 മെൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ്? ഖത്തറിലാണ്. അതുപോലെ തന്നെ 2026 മെൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണ്. അതുപോലെ 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡുമായിട്ടാണ് 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് നടക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്പോർട്സ് പ്ലാറ്റ്ഫോമായ ഓൺലൈൻ സ്പോർട്സ് പ്ലാറ്റ്ഫോമായ MPL സ്പോർട്സിനെ പറ്റിയാണ്. 2020 നവംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിറ്റ് സ്പോൺസറായിട്ട് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത് MPL സ്പോർട്സിനെയാണ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിറ്റ് സ്പോൺസറായിട്ട് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത് MPL സ്പോർട്സിനെയാണ്. BCCIയുടെ പ്രസിഡന്റ് ആരാണ്? സൌരവ് ഗാംഗുലിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് റിപ്പോർട്ടിംഗ് ഇന്ത്യ മൈ 70-year ജേർണി ആസ് എ ജേർണലിസ്റ്റ് എന്നാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ANA ന്യൂസിന്റെ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണലിന്റെ ചെയർമാനായ ശ്രീ പ്രേം പ്രകാശാണ്. അപ്പോ ഓർമ്മിച്ചു വെച്ചിരിക്കാം, റിപ്പോർട്ടിംഗ് ഇന്ത്യ മൈ 70-year ജേർണി ആസ് എ ജേർണലിസ്റ്റ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രേം പ്രകാശാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ദിനങ്ങളാണ്. അതിലൊന്നാണ് എല്ലാ വർഷവും നവംബർ മാസം 18 കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ നാച്ചുറോപ്പതി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ആയുഷ് മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീപാദ് വൈ നായിക്കാണ്. അപ്പോ നാച്ചുറോപ്പതി ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? നവംബർ മാസം 18 തീയതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ്. എല്ലാ വർഷവും നവംബർ മാസം 19 വിമൻസ് ഓൺടർപ്രണർഷിപ്പ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, വിമൻസ് ഓൺടർപ്രണർഷിപ്പ് ഡേ നമ്മൾ ആചരിക്കുന്നത് നവംബർ മാസം 19 തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ വിമൻസ് ഡേ അല്ലെങ്കിൽ അന്തർദേശീയ വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് മാസം 8 തീയതിയാണ്. അതുപോലെ തന്നെ ദേശീയ വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 13 തീയതിയാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി 13 നമ്മൾ ദേശീയ വനിതാ ദിനമായിട്ട് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. ഇപ്പൊ ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13, അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8, വിമൻസ് ഓൺടർപ്രണർഷിപ്പ് ഡേ നമ്മൾ ആചരിക്കുന്നത് നവംബർ 19. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ മാസത്തെ 3ാമത്തെ വ്യാഴാഴ്ച വേൾഡ് ഫിലോസഫി ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2020 വേൾഡ് ഫിലോസഫി ഡേ നമ്മൾ ആചരിക്കുന്നത് നവംബർ മാസം 19 തീയതിയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, വേൾഡ് ഫിലോസഫി ഡേ നമ്മൾ 2020 ആചരിക്കുന്നത് നവംബർ മാസം 19 തീയതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ മാസത്തെ 3ാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ വേൾഡ് ഫിലോസഫി ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു വാരാചരണമാണ് വേൾഡ് ആന്റി മൈക്രോബിയൽ അവയർനെസ് വീക്ക് എന്നുള്ളത്. 2020 അത് ആചരിക്കുന്നത് നവംബർ മാസം 18 മുതൽ 24 വരെയാണ്. 2020 വേൾഡ് ആന്റി മൈക്രോബിയൽ അവയർനെസ് വീക്കിന്റെ പ്രമേയം യുണൈറ്റഡ് ടു പ്രിസർവ് ആന്റി മൈക്രോബിയൽസ് എന്നാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, വേൾഡ് ആന്റി മൈക്രോബിയൽ അവയർനെസ് വീക്ക് എന്നാണ്? നവംബർ മാസം 18 മുതൽ 24 തീയതി വരെയാണ്. 2020 പ്രമേയം യുണൈറ്റഡ് ടു പ്രിസർവ് ആന്റി മൈക്രോബിയൽസ് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 നവംബറിൽ അന്തരിച്ച പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും അതുപോലെ തന്നെ മുൻ ഗോവ ഗവർണറുമായ വ്യക്തിയാണ് മൃദുൽ സിൻഹ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാനായിട്ട് കഴിയും. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന ചോദ്യമാണ്
ലോകത്തിൽ തെങ്ങിന്റെ ജനിതക ഘടന വികസിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഇന്ത്യയാണ് ലോകത്തിൽ തെങ്ങിന്റെ ജനിതക ഘടന വികസിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യം. ആദ്യ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയും ഫിലിപ്പീൻസുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.